ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മാംഗ്ലൂർ ബണ്ണിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോണത്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടത് നല്ല പഴുത്തിട്ടുള്ള റോബസ്റ്റ പഴമാണ് കേട്ടോ. അത് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കുക. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, വലിയ ജീരകമല്ല ചെറിയ ജീരകം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. ഈ രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ ഉടച്ചെടുക്കണം. അപ്പോൾ അതാ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. 2 കപ്പ് മൈദ എന്തായാലും ചേർക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മൈദയുടെ അളവ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. ഞാൻ വീണ്ടും 2-3 ടേബിൾ സ്പൂൺ കൂടെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചും തൈരിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചൊക്കെയാണ് മൈദ കൂട്ടി കൊടുക്കേണ്ടി വരിക. അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമുക്ക് 8 മുതൽ 10 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ, ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ രാവിലെ എടുത്തിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചൊക്കെ ഒരു വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ ഇത് വെച്ചിട്ട് ടോട്ടൽ 7 ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങ് ബോൾസാക്കി ഇട്ടെടുത്താൽ മതി. ഒട്ടും ക്രാക്ക് ഇല്ലാണ്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കുക. അങ്ങനെ ടോട്ടലി 7 ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇത് പരത്തിയെടുക്കണം. കുറച്ച് പൊടി തൂവണം. ഇത് ചെറിയൊരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. നല്ല കുറച്ചൊക്കെ ലൂസായിട്ടുള്ള മാവായിട്ടല്ല നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ സ്റ്റിക്കിനെസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പൊടി തൂവിയിട്ട് ഒരുപാട് പൊടി ആവുകയും ചെയ്യരുത്. കുറച്ച് പൊടി ഒന്ന് ആക്കിയിട്ട് ഈ ഒരു കട്ടിയിൽ, കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ പരത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് തിന്നായിട്ട് പരത്തരുത്. കുറച്ച് കട്ടിയിൽ പരത്തുമ്പോഴേ നമുക്ക് ബണ്ണിൻ്റെ ഷേപ്പിൽ നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം ചെറിയ തീയിലിട്ട് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടൂല. ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ എണ്ണാക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. നല്ല ബൺ രീതിയിൽ നല്ലതായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ അത് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ അടിപൊളിയായിട്ട് നമ്മുടെ എല്ലാ ബൺസും ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് രാത്രി അങ്ങ് മാവ് കുഴച്ച് വെച്ചാൽ മതി. രാവിലെ എണീറ്റ് ഇങ്ങനെ പൊരിച്ചെടുക്കണ പണി മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.